എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്സ് ചോദ്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ a⁻m/a⁻n എന്ന് പറയുന്നത് a⁻m-n ആണ് കൃത്യങ്ക നിയമം. നമുക്ക് ഈ LHS ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2n - 2n-2 ഇങ്ങനെ വരുമ്പോൾ 2n-2നെ നമുക്ക് 2n/2² എന്ന് എഴുതാം. അതായത് 2n-2 എന്ന് വരും. അതായത് a⁻m/a⁻n ആണ് കൃത്യങ്ക നിയമം അനുസരിച്ച്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 2n - 2n/2² എന്ന് എഴുതും. ഈ 2n-2ന് പകരം, കാരണം ഇതിന്റെ വാല്യൂ a⁻m×a⁻n 2n-2 തന്നെയാണ്. ഇവിടെ രണ്ടിടത്തും 2n ഒരുപോലെ ഉണ്ടായതുകൊണ്ട് ഇതിലിഞ്ഞ് കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം, അതായത് പൊതു ഘടകമായിട്ട് എടുക്കാം. പിന്നെ ഇവിടെ എന്തുണ്ട്? 1 മൈനസ്, പിന്നെ ഇവിടെ ഒരു 1/2² ഉള്ളു. 2n എടുത്തു സമം 2n × 1 - 1/4 സമം 2n × ഈ 1ന് പകരം നമുക്ക് 4/4 കൊടുക്കാം. അപ്പൊ എളുപ്പം എഴുതാൻ പറ്റും. 4/4 - 1/4. ഇവിടെ ഛേദം ഏതാണോ? ഇവിടെ 10 ആയിരുന്നു ഛേദമെങ്കിൽ 1ന് പകരം 10/10 എന്ന് കൊടുക്കാം. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സമം 2n × ഇനി ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ അങ്ങ് ക്രിയ ചെയ്താൽ മതി. 4 - 1/4 സമം 2n × 3/4 എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താണ്. അപ്പൊ അതിന്റെ വില എത്ര തന്നിട്ടുണ്ട്? 96. 2n × 3/4ന്റെ വില 96. അപ്പൊ നമുക്ക് 2n വില കണ്ടുപിടിക്കാം. വിച്ച് ഇംപ്ലൈസ് 2n സമം 96 / 3/4. കൂടെ കിടക്കുന്ന 3/4 വെച്ചിട്ട് ഹരിക്കുന്നു. അതായത് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാമെന്ന് തിരിച്ചിട്ട് ഗുണിക്കുക. 96 × 4/3 32 3 96. ഇത് കട്ട് ചെയ്താൽ 3 9 3 2 6 32 × 4 68 വരും. 68. അപ്പൊ 2n എന്ന് പറയുന്നത് 2n വിച്ച് എംപ്ലോയ്സ് 2n എന്ന് പറയുന്നത് 68 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ 68നെ 2ന്റെ പവറാക്കി എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? 68 2 34 2 ഇവിടെ 32 × 4 വരും. 32 × 4 എന്ന് പറഞ്ഞാല് നോക്കാം, 128 വരും. 128. അപ്പൊ 128നെ നമുക്ക് 2ന്റെ പവറാക്കി എഴുതാം. 2n എന്ന് പറയുന്നത് 128 വരും. അതായത് 28നെ എങ്ങനെ മാറ്റാം? 64 2 32 2 16 2 8 2 4 2 2. അതായത് എത്ര തവണ വന്ന് 2? 1 2 3 4 5 6 7. അപ്പൊ 128 2n സമം 128ന് പകരം നമ്മൾ 2/7 എന്ന് എഴുതും. അപ്പൊ ഇവിടെ ഒരു കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്, 2ആണ്. 2/n സമം 2/7 ആയാൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. n-ന്റെ വില 7 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മൾ LHSനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തിരുന്നു. 2n - 2n - 2 എന്ന് പറഞ്ഞാല് 2n - a⁻m-n എന്ന് പറഞ്ഞാൽ a⁻m/a⁻n. അപ്പൊ ആ മോഡലിൽ എഴുതുന്നത് 2n/2². ഇവിടെ രണ്ടിടത്തും 2n പൊതുവായിട്ട് രണ്ടിടത്തും ഒരുപോലെ ഉണ്ടായതുകൊണ്ട് ഈ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 1 മൈനസ്, പിന്നെ ഇവിടെ 2n പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 1/2² ആവല്ലേ. അതായത് 2n × 1 - 2² എന്ന് പറഞ്ഞാൽ 1/2² എന്ന് പറഞ്ഞാൽ 4 1/4. ഇറ്റ് ഈസ് 2n × 1 - 1/4. ഇവിടെ ഛേദം 4 ആയതുകൊണ്ട് 1ന് വരെ നമുക്ക് 4/4 - 1/4 എന്ന് എഴുതാം. സമം 2n × ഇവിടെ ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ അങ്ങനെ എഴുതുന്നത്. മുകളിലങ്ങ് ക്രിയ ചെയ്യുക. 4 - 1/4 സമം 2n × 4 - 1 3/4. ഇത്രേന്റെ വില എത്ര തന്നിട്ടുണ്ട് ചോദ്യത്തില്? 96 തന്നിട്ടുണ്ട്. അതായത് 2n × 3/4ന്റെ വില 96 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2n വില കാണാൻ എന്ത് ചെയ്താൽ മതി? 96 കൂടെ കിടക്കുന്ന 3/4 വെച്ച് ഡിവൈഡ് ചെയ്യുക.
സമം 96 ഇൻറ്റു തിരിച്ചിട്ട് ഗുണിക്കുക, ഒരു ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ. ഇത് കട്ട് ചെയ്യാം. 3 3 9 3 2 6 സമം 32 ഗുണം 4 128 വരും. 128 2n വില 128. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് 2ന്റെ പവർ ആക്കി എഴുതിയാൽ ബേസ് രണ്ടും തുല്യമാണെങ്കിൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് 2n ഈക്വൽ ടു 128 പകരം 128 എന്ന് പറയാൻ 2 7 തവണ ഗുണിക്കുന്നത് 2 7. നമ്മളിവിടെ ചെയ്ത് നോക്കണം. 128 2 64 2 32 2 16 2 8 2 4 2 2. അപ്പൊ ഇവിടെ 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ 7 തവണ വന്നു. 2 7. 2n സമം 2 അപ്പൊ ഇവിടെ ബേസ് രണ്ടും 2 ആണ്, തുല്യമായതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. n-ന്റെ വില 7 വരുന്നത്. ഇവിടെ ഇവയൊന്നുമല്ല ഉത്തരം ഡി. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + 5 + എക്സെട്ര 101 വില എത്രയാണ്? ഇത് ഈ സംഖ്യകളുടെ പ്രത്യേകത എന്തുവാ? 1 3 5 എക്സെട്ര 101 എന്ത് സംഖ്യകളാണ്? ഒറ്റ സംഖ്യകൾ. 1 + 3 + എക്സെട്ര 5 + എക്സെട്ര 101 ഒറ്റ സംഖ്യകൾ. 1 + 3 + 5 + എക്സെട്ര n ഒറ്റ സംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുല ഉണ്ട്, n². ഇവിടെ ഈ 1 മുതൽ 101 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കാണാൻ വേണ്ടി 101നെ 1 കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ 102/2, അതായത് 51 ഒറ്റ സംഖ്യകളാണുള്ളത്. ഇവിടെ n എത്രയാന്ന്? 51. എത്ര എണ്ണം ഉണ്ടെന്നാ നോക്കണ്ട, അതിന്റെ സ്ക്വയറാ കണ്ടേ. അപ്പൊ റൂട്ട് ഓഫ് 1 + 3 + എക്സെട്ര 101 എന്ന് പറയാൻ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, അതായത് 51 എണ്ണം. 51². റൂട്ടും സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയ നമ്മുടെ ഉത്തരം 51 എന്നാ വരേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. ഓപ്ഷൻ ഒന്നും ശരിയല്ല. ഓപ്ഷന്റെ ഉത്തരം ഒന്നും ശരിയല്ല. 51 ഉത്തരം. 1 + 3 + 5 + എക്സെട്ര 101 വില സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + എക്സെട്ര 101. അതായത് 1 3 5 എക്സെട്ര 101 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളാണ്. 1 3 5 എക്സെട്ര n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 1 + 3 + 5 + എക്സെട്ര n + n കാണാനുള്ള ഫോർമുല n² ആണ്. അതിന് നമുക്ക് ഈ 101 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം. എത്രയുണ്ട്? 101ഉം 1ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 102/2 51 ഒറ്റ സംഖ്യകളാണെന്നുള്ളത്. അപ്പൊ റൂട്ട് ഓഫ് n². n ഇവിടെ 51 ആണ്. 51². 51². ഈ സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയ 51ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 51 വരും. ഇവിടെ ഓപ്ഷന് ശരി ഉത്തരവില്ല. ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏതെന്നാ ചോദിച്ചേക്കുന്നത്. ഒരു 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളാണെന്നുള്ളത് എന്ന് ബൈഹാർട്ടാക്കി വെക്കുക. സാധാരണ ചോദിക്കുന്നതാണ്. 2 3 5 7 11. അതായത് ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ വരാവൂ. പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25. ആ കാര്യം അങ്ങ് ബൈഹാർട്ടാക്കി വെക്കുക. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാവും? എന്തൊക്കെയാ? 1 മുതൽ 100 വരെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. അത് തെറ്റാണ്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അത് ശരിയാണ്. അഭാജ്യ സംഖ്യകൾ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അത് തെറ്റാണ്. 2 ആദ്യത്തെ അഭാജ്യ സംഖ്യ. അപ്പോൾ ഇരട്ട സംഖ്യയാണ്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അത് 2 ആണ്. അപ്പൊ ഈ 2ഉം 4ഉം ആണ് ശരി ഉത്തരം. 2ഉം 4ഉം, അതായത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് ശരി ഉത്തരം. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അഭാജ്യ സംഖ്യകളുടെ തുടക്കം തന്നെ 2 എന്നാണ്. അപ്പൊ ഇരട്ട സംഖ്യ ഒരേ ഒരു ഇരട്ട സംഖ്യ ഉള്ളൂ. 2ഉം 4ഉം ശരിയാണ്. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. 2ഉം 4ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 9 15 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുകയും അടുത്ത 30 പദങ്ങളുടെ തുകയും തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും? അതായത് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ചോദ്യം. ഒന്നുകിൽ ആദ്യത്തെ 50 പദങ്ങളുടെ തുകയും അടുത്ത 50 പദങ്ങൾ. ഇതൊരു AP ആണ്, സമാന്തര പ്രോഗ്രഷനാണ്. അതായത് 3 6 9 9 6 15. ഇപ്പൊ 6 വീതം കൂട്ടിയിട്ടാണ്. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ ഡി, പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 6 വരും. ഡി. അങ്ങനെ വരുമ്പോൾ ഒരു APയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക അടുത്ത n പദങ്ങളുടെ തുകയിൽ നിന്നും കുറച്ചാൽ n²d എന്നുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരിക്കുക. n²d. ഇവിടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക? n-ന് വരെ ഇവിടെ എത്ര ആണ്?
എൻ സ്ക്വയർ ഡി. അതായത് എൻ ഇവിടെ എത്ര ചോദിച്ചേക്കുന്നത് 30² ഇൻറ്റു ഡി. പൊതുവ്യത്യാസം ഇവിടെ എത്ര 6. അതായത് 30² എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 30 900 ഗുണം 6 5400 വരും. ഇവിടെ ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. ഓപ്ഷനിൽ ശരി ഉത്തരം ഒന്നും ഇല്ല. ഇവിടെ ഒരു എ പിയുടെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയിൽ നിന്നും അടുത്ത n പദങ്ങളുടെ തുക കുറച്ചാൽ എൻ സ്ക്വയർ ഡി കിട്ടും. അത് ഓർത്തിരിക്കുക. ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസം 9 നിന്ന് 3 പോക അല്ലെ 15 നിന്ന് 9 പോക പൊതു വ്യത്യാസം. പൊതുവാണല്ലോ, വ്യത്യാസം എല്ലാം സെയിം ആണ്. ഡി എന്ന് പറയുന്നത് 6 വരും. ഇവിടെ എൻ സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എൻ ഇവിടെ എത്ര പദങ്ങളുടെയാണ് ചോദിച്ചേക്കുന്നത് 30² ഇൻറ്റു ഡി 6. അതായത് 900 ഗുണം 6 5400 വരും. ഓപ്ഷൻ ഇവിടെ ഇതിന് ശരി ഉത്തരവൊന്നുമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ഫോർമുല 3 ബൈഹാർട്ടാക്കി വെക്കുക. ശരാശരി കാണാനുള്ള ഫോർമുല ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം കാണാൻ ഇത് ഇങ്ങോട്ട് വരിക, ശരാശരി ഇങ്ങോട്ട് വരിക. എണ്ണം സമം തുക ഡിവൈഡഡ് ബൈ ശരാശരി. തുക സമം ശരാശരി ഗുണം എണ്ണം. ആ 3 ഫോർമുലയും ഓർത്തിരിക്കുക, ബൈഹാർട്ടാക്കി വെക്കുക. ശരാശരി കാണാൻ തന്നിരിക്കുന്ന മെഷറുകളെ ആകെ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ആവറേജുമായിട്ട് ബന്ധപ്പെട്ട് ശരാശരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഷോർട്ട് കട്ട്സ് ബൈഹാർട്ടാക്കി വെക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1/2 ആണ്. അത് ഓർത്തിരിക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2 ആണ്. n ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ എളുപ്പ വഴിയാണിത്, n ആണ്. n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ n+1 ആണ്. ഈ ഫോർമുലാസ് ബൈഹാർട്ടാക്കി വെക്കുക. എ ബി സി ഡി ഇ അത് 5 ഒറ്റ സംഖ്യകളാണെന്ന് തന്നിട്ടുണ്ട്. 5 ഒറ്റ സംഖ്യകളാണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ശരാശരി കാണാൻ ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് ഇത്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. പിന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഓഫ് ഹാഫ് അതും ശരിയാണ്. പിന്നെ ഈ എ ബി സി ഡി ഇ ഈ ഒറ്റ സംഖ്യകളുടെ ഇടയ്ക്കുള്ള വ്യത്യാസം എപ്പോഴും തൊട്ടടുത്തടുത്ത് വ്യത്യാസം എപ്പോഴും 2 ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇതിൻ്റെ മധ്യത്ത് വരുന്നത് അതിൻ്റെ ശരാശരിയാണ്. ഈ ഇവിടെ അപ്പുറം 2 സംഖ്യ, വലതുവശത്ത് 2 സംഖ്യ, ഇടതുവശത്ത് 2, പിന്നെ നടുക്കുള്ളതും. അപ്പോൾ ഇത് 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 ശരിയാണ്. എ ബി സി ഡി ഇ ABCDE 5 എണ്ണമുള്ള അതെല്ലാം കൂടെ കൂട്ടി 5 കൊണ്ട് ഹരിക്കുക. എണ്ണം കൊണ്ട് ഹരിക്കുക. അത് ശരിയാണ്. പിന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 അതും ശരിയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് വലതുവശത്ത് 2 എണ്ണം, ഇടതുവശത്ത് 2, നടുക്കൊന്ന് മൊത്തം മധ്യത്തിൽ വരുന്നത് അതും ശരിയാണ്. അപ്പോൾ ഈ 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ ട്രെയിനുകളുടെ നീളങ്ങൾ L1 L2 ആയാൽ സ്പീഡ് S1 S2 ആയാൽ L1 L2 എന്ന് പറയുന്ന 2 ട്രെയിനുകളുടെ നീളങ്ങളും S1 S2 എന്ന് പറയുന്ന അവയുടെ സ്പീഡും ആയാൽ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം അത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ആ ഫോർമുല ഓർത്തിരിക്കുക. L1 + L2 / S1 + S2. ഒരേ ദിശയിലാണെങ്കിൽ L1 - L2 / S1 + S2 അത് ഓർക്കുക. എതിർദിശയിലാണെങ്കിൽ 2 ദൂരവും കൂടെ കൂട്ടിയിട്ട് 2 സ്പീഡുകളും കൂട്ടി ഹരിക്കുക. അതായത് 2 സ്പീഡ് കൂടെ km/h നമ്മൾ കൂട്ടിയിട്ട് 60-ഉം 50-ഉം 60 km/h 50 km കൂട്ടുമ്പോൾ 110 km/h നമുക്ക് m/s ആക്കാൻ 5/18 ഇട്ട് ഗുണിക്കുക. m/s km/h ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കുക. അത് ഓർത്തിരിക്കുക. ഇവിടെ L1 + L2 എന്ന് പറയുന്നത് 250 മീറ്ററും 320 മീറ്റർ നീളങ്ങളാണ് ട്രെയിനുകളുടെ. അത് രണ്ടും കൂടെ കൂട്ടി 570 ഡിവൈഡഡ് ബൈ L1 + L2 / S1 + S2. S1 + S2 എന്ന് പറഞ്ഞാൽ 60 km/h പ്ലസ് 50 km/h 110 ഇൻറ്റു 5/18. അതായത് 570 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 5/18 അടിയിലുള്ളത് മുകളിൽ ചെല്ലുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക 18/5. ഇതെല്ലാം കൂടെ ക്രിയ ചെയ്യുമ്പോൾ 18.6 സെക്കൻഡ് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ 2 ട്രെയിനുകളുടെ നീളങ്ങൾ L1 L2 അവയുടെ വേഗതകൾ S1 S2 ആയാൽ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ L1 + L2 / S1 + S2. അത് ഓർത്തിരിക്കുക, ഷോർട്ട് കട്ടാണ്. ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ L1 + L2 / S1 - S2 ആണ്. ഇത് 2 ട്രെയിനുകളുടെ നീളങ്ങൾ L1 L2 വേഗതകൾ S1 S2 ആയാൽ അവ എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ തമ്മിൽ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് L1 + L2 / S1 + S2.
അപ്പോൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ L1 + L2 / S1 - S2. ഇത് ഓർത്തിരിക്കുക. ഈ ഫോർമുല 3 ബൈഹാർട്ടാക്കി വെക്കുക. ശരാശരി കാണാനുള്ള ഫോർമുല ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം കാണാൻ ഇത് ഇങ്ങോട്ട് വരിക, ശരാശരി ഇങ്ങോട്ട് വരിക. എണ്ണം സമം തുക ഡിവൈഡഡ് ബൈ ശരാശരി. തുക സമം ശരാശരി ഗുണം എണ്ണം. ആ 3 ഫോർമുലയും ഓർത്തിരിക്കുക, ബൈഹാർട്ടാക്കി വെക്കുക. ശരാശരി കാണാൻ തന്നിരിക്കുന്ന മെഷറുകളെ ആകെ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ആവറേജുമായിട്ട് ബന്ധപ്പെട്ട് ശരാശരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഷോർട്ട് കട്ട്സ് ബൈഹാർട്ടാക്കി വെക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1/2 ആണ്. അത് ഓർത്തിരിക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2 ആണ്. n ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണാൻ എളുപ്പ വഴിയാണിത്, n ആണ്. n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ n+1 ആണ്. ഈ ഫോർമുലാസ് ബൈഹാർട്ടാക്കി വെക്കുക. ABCDE അത് 5 ഒറ്റ സംഖ്യകളാണെന്ന് തന്നിട്ടുണ്ട്. 5 ഒറ്റ സംഖ്യകളാണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ശരാശരി കാണാൻ ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് ഇത്. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. പിന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഓഫ് ഹാഫ് അത് ശരിയാണ്. പിന്നെ ഈ ABCDE ഈ ഒറ്റ സംഖ്യകളുടെ ഇടയ്ക്കുള്ള വ്യത്യാസം എപ്പോഴും തൊട്ടടുത്തടുത്ത് വ്യത്യാസം എപ്പോഴും 2 ആയിരിക്കും. അങ്ങനെ വന്നാൽ ഇതിൻ്റെ മധ്യത്ത് വരുന്നത് അതിൻ്റെ ശരാശരിയാണ്. ഈ ഇവിടെ അപ്പുറം 2 സംഖ്യ, വലതുവശത്ത് 2 സംഖ്യ, ഇടതുവശത്ത് 2, പിന്നെ നടുക്കുള്ളതും. അപ്പോൾ ഇത് 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 ശരിയാണ്. ABCDE 5 എണ്ണമുള്ള അതെല്ലാം കൂടെ കൂട്ടി 5 കൊണ്ട് ഹരിക്കുക. എണ്ണം കൊണ്ട് ഹരിക്കുക. അത് ശരിയാണ്. പിന്നെ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 അത് ശരിയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് വലതുവശത്ത് 2 എണ്ണം, ഇടതുവശത്ത് 2, നടുക്കൊന്ന് ഒത്ത മധ്യത്തിൽ വരുന്നത് അത് ശരിയാണ്. അപ്പോൾ ഈ 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 488 + 488 + 488 + 488 4k ആയാൽ കെയുടെ വില എത്ര? 4 ടൈംസ് വന്നു 488, 4 തവണ. അപ്പം 4 × 488 4k. 4 എന്ന് പറയാൻ 4:1. 4 ടൈംസ് വന്നതുകൊണ്ട് ഇതെല്ലാം ആവർത്തിച്ചില്ലേ. 488 4 ടൈംസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 × 488 4 × 4k വിച്ച് ഇംപ്ലൈസ് 4 എന്ന് പറഞ്ഞാൽ 4:1 എന്ന് എഴുതാം. A m × A അതായത് 4:1 + 88 4k വിച്ച് ഇംപ്ലൈസ് 4:89 4k. കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് രണ്ടും തുല്യമായാൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 89 ആണ് കെയുടെ വില. 89 k = 89. ഓപ്ഷൻ എ ആണ് ഉത്തരം. k = 89. ഇവിടെ 4:88 4 തവണ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 4 ടൈംസ് 4:88 അതായത് 4 × 4:88 അതായത് 4 × 4:88 നമുക്ക് ഇങ്ങനെ എഴുതാം. 4 എന്ന് പറയാൻ 4:1 4:1 × 4:88 4k. A m × A n A m + n 4:1 + 88 4k 4:89 4k. ഇവിടെ ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അതായത് 89 ആണ് കെയുടെ വില. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ ഒറ്റയാനാണ്. 7 4 9 13 36 7 5 25 9 11 16 7. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തെറ്റുണ്ട് ഇതിൽ. അതുകൊണ്ടത് ക്വസ്റ്റ്യൻ റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ളതൊന്നും കാണുന്നില്ല. ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബ സമയവും എത്ര തവണ തുല്യമാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ആകെ 24 മണിക്കൂറാണ് വരുന്നത് ഒരു ദിവസത്തിൽ. അതായത് 6 മണിയും 12 മണിയും വരുമ്പോഴാണ് പ്രതിബിംബ സമയവും യഥാർത്ഥ സമയവും തുല്യമാകുന്നു. 6 മണി അതായത് സന്ധ്യയ്ക്ക് 6 മണി, രാവിലെ 6 മണി. അപ്പോഴും 2 തവണ സമയവും പ്രതിബിംബ സമയവും തുല്യമാകും. 12 മണി അതുപോലെ ഉച്ചയ്ക്ക് 12 മണി, രാത്രി 12 മണി. അന്നേരം 2 തവണ. ഇപ്പം ആകെ 4 തവണയാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിച്ചാൽ, കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിലെത്താൻ കഴിയും. മത്സര പരീക്ഷകളിൽ ടോപ്പിലെത്താൻ കഴിയും.
ശ്രീമാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്